ഹേയ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് നാൾക്ക് ശേഷം ഒരു സൈക്ലിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെറിയ ഈവനിങ് റൈഡാണ്. ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ടാവുള്ളേ. അപ്പം സോളോ റൈഡല്ല, നമ്മുടെ അലൻ കൂടെ ഉണ്ടാവും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ പുള്ളി കുറച്ച് നാൾ റൈഡിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പുള്ളി വീണ്ടും റൈഡ് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ക്ലൈം പഠിച്ചേക്കെന്ന് വിചാരിച്ചു. അപ്പോൾ പുള്ളീനെ കൊണ്ട് ക്ലൈം പഠിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടക്കച്ചിറ അടുത്തുള്ള സെൻറ്റ് തോമസ് മൗണ്ട് കേട്ടോ. ഇപ്പോൾ സ്ഥലം നമ്മുടെ മൂനിപ്പള്ളി കേട്ടോ. മൂനിപ്പള്ളി പള്ളി. ശരിക്കും നമുക്ക് ഈ ഒരു കയറ്റെടുത്തിങ്ങ് വരേണ്ട കാര്യമില്ല കേട്ടോ. കതിലിങ്ങ് കയറാന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു ഇറക്കിറങ്ങാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ മച്ചാൻ എത്തിയിട്ടില്ല. അപ്പോൾ പുള്ളീനെ വെയിറ്റ് ചെയ്ത് ലേശിങ് കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും നമ്മുടെ മച്ചാൻ എത്തുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങോട്ട് ഇറക്കിയാണ്ട് പിക്ക് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഈ പൂക്കൾ രസമല്ലേ, ഈ ബാക്കിൽ ഈ മുളയൊക്കെ ആയിട്ട് തോണ്ട പോകണ. 2 ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയതാ. നല്ല രസമല്ലേ. ആടാ ഇവിടുന്ന് റൈറ്റ് കുറിച്ച് താനം റൂട്ട്. ഇത് ഏത് വഴിയാടാ? എവിടെ നിന്ന് വന്ന വഴിയാത്? ഇത് കുറച്ച് വഴിയാ. അങ്ങോട്ട് ഇച്ചിരി വെള്ളം തോന്നണം. മേഖല പോയിട്ടില്ല. ഓഹോ. ജോഗ്രഫിക്കലി നമ്മുടെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കോളേജ് ആയിരിക്കും. ഇടയ്ക്കുള്ള ഏതെങ്കിലും വഴിയായിരിക്കും. ഈ വഴി തന്നെയാണല്ലോ അല്ലേ? കൂടെ പോയിട്ട് റൈറ്റ് എടുക്കാം. അതിനേക്കാൾ ഇച്ചിരി ഷോർട്ടാണിത്. ആണോ? എന്നാൽ ഷോട്ട് പിടിച്ചേക്കാം. കേസൊക്കെ വരുന്നുണ്ട്. അത് ശരിയല്ല. അത് നല്ലത്. നമ്മൾ ഷൗട്ടറിന് നമ്മൾ പാലാ റൂട്ടല്ലേ? അല്ല, നമ്മൾ പാലാ റൂട്ടല്ലേ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് വലവൂര് ടൗണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് അടിക്കണ്ടല്ലേ. സെൻറ്റ് തോമസ് മൗണ്ട് 1.8 കിലോമീറ്റർ അല്ലേ? ലാസ്റ്റ് ഭീകരമായിട്ട്. ഞാൻ ഓർക്കണില്ല കേട്ടോ. നേരത്തെ ബൈക്കിനാണ് വന്നിട്ടുള്ളേ, അതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ലല്ലോ. ഇതൊക്കെ തിരിച്ചിറങ്ങണല്ലോ.
ഇതിലും കിട്ടുന്ന സാധനമുണ്ട്. അതിനാ അല്ലെങ്കിൽ കല്ലിന്ന് കേട്ടു. ഓ അവിടെ ഈ കിടക്കണ കണ്ടോ, നല്ല രസം കാണാൻ. ഗ്രേഡിന് എന്തോരം നോക്കണം. പരിധിക്കുള്ള നമുക്ക് വിശ്വസിക്കത്തില്ല. പട്ടിമായ തീർന്ന്. ആ അങ്ങനെ ഇതിനൊട്ടും ബ്രേക്കില്ല, അതുകൊണ്ട് വേണം തിരിച്ചിറങ്ങാൻ. ഇതിനുള്ള ബ്രേക്ക് കിട്ടും. അത് കിടക്കും ബ്രേക്കല്ലേ. നിൽക്കണേ നിൽക്കാം. വലിയൊരു കയറ്റം കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തോ. ഞാനിടയ്ക്ക് വെച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. കാര്യമാക്കണ്ട നിങ്ങൾ കേട്ടോ. അയ്യോ അത് പറ്റില്ല. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ, നൈസ് വൈബ്. പക്ഷെ കാലിന് നല്ല അത്ര വൈബ് കിട്ടുന്നില്ല. മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ. വ്യൂ നൈസ് വ്യൂ അല്ലേ. ഓക്കെ ഞാൻ പിന്നെ ഒരു വ്യൂ കണ്ടുകൊണ്ട് ചുമ്മാ നിർത്തിയ പോട്ടെ പോട്ടെ. ഇപ്പം നമ്മുടെ അലൻ ചവിട്ടി അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ ഒരു ചെറിയ വ്യൂ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ നിർത്തിയ. നൈസ് വളമാണ് കേട്ടോ. ഒന്നാമത് ബ്രേക്ക് കുറവാണ്, ഈ വളവിലൊക്കെ ഇങ്ങനെ പോരും. ഏ 175 മാക്സ്. ഇനി കയറ്റില്ലല്ലോ. എത്തിയില്ല, കയറ്റമുണ്ട്. പറ്റിച്ച് ഈ കെട്ടിടം കണ്ടപ്പോ ഓക്കെ സമാലിച്ച് ഈ കയറ്റം തീർന്നു. ആര് തീർന്നു? കയറ്റം തീർന്നു. ഫ്രണ്ട് പൊക്കണോ? മോനെ ഇത് ചതിയാണ് ഗൈസ്. അവന് പല്ല് കൂടുതലുണ്ട്, അവൻ്റെ കസറ്റ് വേറെയാ. അടിപൊളി. Gate is closed. എങ്ങനെയുണ്ടാ? 182 ഹാർട്ട് ബീറ്റ്. ഓ അത്രയും പൊക്കിക്കൊണ്ട് പോകണല്ലേ. ഓയാ പാടാണ്. ആവശ്യമില്ലാത്തടത്ത് ചവിട്ടി വീട്ടില് അതൊരു സീനാണ്. കുഴപ്പമില്ല. ഇവിടെ എപ്പോഴും ലോക്കൽ പിള്ളേർ കാണുമല്ലോ, സ്ഥിരമായിട്ട് വന്നിരിക്കുന്നതൊക്കെ കാണും. ഇതാണ് നമ്മുടെ പള്ളി. സെൻറ് തോമസ് അല്ലേടാ? സെൻറ് തോമസ് മൗണ്ട് പള്ളി.
സ്വർണ്ണ കേട്ടോ, ഫുൾ ഗോൾഡാ. കിണർ മൂടിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ദൂരെ ഒരു പൊടിക്ക് കാണുന്നതാണ് സൺസെറ്റ്. സൺസെറ്റ് അല്ലേ, ഇവിടെ ശരിക്കും സൺറൈസ് ആണ് അടിപൊളി. ദിവസം കട്ട മഴയൊക്കെ ഉള്ള ദിവസം രാവിലെ വന്നാൽ നല്ല കോടമഞ്ഞ് കാണും. ഈ കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു വേസ്റ്റ് ഇടാനുള്ള ഒരു ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് അവിടെ എവിടെയും കാണാം. ഒരു സ്വർണ്ണം കുരിശ്, സ്വർണ്ണം പൂശിയ കുരിശ് കേട്ടോ. സംഭവം കോൺക്രീറ്റ് ആണ്, മരമൊന്നുമല്ല, ഇങ്ങനെ തടിയൊന്നുമില്ല. നല്ല അവിടെ ഒരു ചേട്ടനുമായിട്ട് കമ്പനിയാന്നു. എന്നാ ചേട്ടാ? ഓക്കെ, അപ്പോൾ ഇവിടെ ചേട്ടൻ മീൻ വളർത്തുന്ന പാറക്കുളമുണ്ട്, അത് കാണാൻ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു. ഇന്ന് നടന്നുമുള്ള വഴിയുണ്ടല്ലേ. ഓ പാറമട, അത് ശരി. അത്രേ ഉള്ളോ? പക്ഷെ തെന്നി പോകും. എന്നാ മീനാ കേട്ടോ വളർത്തുന്നത്? മറ്റേ ഇത് 1 കിലോ ആണ്. സിലോപ്പിയാണോ അതോ? സിലോപ്പിയല്ല, സിലോപ്പി അല്ലാതെ വേറെ ദിവസമാണ്. ആണോ? അപ്പോൾ മേടിക്കാൻ ആൾക്കാർ ഇവിടെ വരുമോ അതോ കൊണ്ടുപോകും? ഇവിടെ കൊടുക്കുക അവസാനമായിട്ടൊന്ന് പറഞ്ഞിട്ട്. ഓ, ഇവിടുന്ന് അവിടെ വെള്ളത്തിൽ പോലും എത്തിയല്ലോ. അതാണ്. തീർച്ചയായിട്ടും. എൻ്റെ പേരെങ്ങനെയായിരുന്നു? ബിജു. ഇറങ്ങാൻ ഒരു ദിവസം ഉള്ളിൽ അങ്ങനെയല്ല. എൻ്റെ പേര് റോമി. അല്ല, ഞങ്ങൾ സൈക്കിളെ വന്നിരുന്ന് ഓർത്താൽ മതി. അതെ, അപ്പം പ്രശ്നമില്ല. പോയേക്കാം. അപ്പം ബൈ ടു സെൻറ് തോമസ് മൗണ്ട്. ഇല്ലില്ല. അപ്പോൾ വീണ്ടും ഒരു തവണ രാവിലെ വരാം. അതെ, പോയേക്കാം. പയ്യെ ഇറങ്ങിയാൽ മതി, എനിക്ക് തീരെ ബ്രേക്ക് കുറവാണ്. കാര്യം പറഞ്ഞാൽ ഈ ഒരു ഡൗൺ ഹിൽ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്കും കേബിളൊക്കെ മാറാറായി കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ വെട്ടമില്ല. ഇത് ആക്ച്വലി നല്ല വളവ് കേട്ടോ. ഇവിടെ പണ്ടൊരു സൈക്ലിസ്റ്റ് ഇവിടുന്ന് നേരെ താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആക്സിഡൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം സൈക്കിളിനൊക്കെ വന്നവരെ സൂക്ഷിക്കുക. നമുക്ക് വഴി അറിയത്തില്ലെങ്കിൽ മാക്സിമം സ്പീഡ് കുറച്ച് പോകാൻ നോക്കുക. റെസ്റ്റോറൻറ്റ് ആക്ച്വലി നമ്മൾ ചില കടകളിൽ ചെല്ലുമ്പോഴത്തേനും ബോളി ചോദിക്കുമ്പോൾ അവരിങ്ങനെ പ്ലേറ്റോടെ മൊത്തത്തിൽ എടുത്ത് തരും. അപ്പോൾ അവർക്കറിയാം നമ്മൾ ഒന്നും എടുക്കുമ്പോൾ പിന്നെയും എടുക്കുമെന്ന്. സൈക്കിൾ നൈസാണോ? അപ്പോൾ നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ അങ്ങനെ ചായയും വന്നു. അതിനകത്ത് രണ്ടാമത്തെ ബോളി എടുത്തു. ഞാൻ പറഞ്ഞു നമ്മൾ പിന്നെയും എടുക്കും. ഇത് തീർക്കല്ലേ കേട്ടോ, കുറച്ച് മിച്ചം കൊടുക്കണം. അല്ല, മൂന്നാമത്തെ എടുത്തു. ഇനി 3 കൂടെ ഉള്ള. അപ്പോൾ പേരപ്പൻസ് മാതാ റെസ്റ്റോറൻറ്റിൽ ചായയും 5-6 ബോളിയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്
അപ്പോൾ ഇനി നമ്മുടെ വിഷ്വൽസിനൊന്നും വെട്ടമില്ലാത്തതുകൊണ്ട് ഓക്കെ ബൈ.